സ്ഥലങ്ങളിൽ നിന്നെഴുതുന്നുണ്ട്. ഗുരുവായൂരപ്പൻ ചക്രവർത്തി ഭാഷ നിന്നെഴുതുന്നതും ഇരുന്നെഴുതുന്നതാണെങ്കിലും മൂർത്തിക്ക് വ്യത്യാസമില്ല. ആ ആളെങ്ങനെ എഴുതുന്നത് ബദരിയിൽ അങ്ങനെയാണ്. ബദരിനാഥൻ തപസ് വിട്ട് പുറത്തു വരുന്നില്ല. പുറത്തേക്ക് ഭക്തരെ കാണാൻ എഴുതുന്നത് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഉദ്ധവനമാണ്. എന്തിന്? ഭഗവാന്റെ അമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലമുണ്ട്. ആ പർവ്വതത്തിന്റെ കുറെ വാങ്ങിയിട്ട് ആർമി ക്യാമ്പുകൾ കടന്നു പോകണം. പെട്ടെന്ന് എത്താൻ പറ്റില്ല, ചിലപ്പോൾ അനുവദിക്കില്ല. ആ സ്ഥലത്തേക്ക് എഴുതുന്നത് പോലും ഉദ്ധവനാണ്. നമ്മൾ ബദരിയിലെ ഉത്സവമൂർത്തിയായിട്ട് ഫോട്ടോകളിൽ കാണുന്നത് ഉദ്ധവനാണ്. ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, ഭഗവാൻ തന്നെ ആയിട്ട് ഭക്തൻ മറ്റു ഭക്തരുടെ അടുത്തേക്ക് അവരെ സ്പർശിക്കാൻ പോവാ, അനുഗ്രഹിക്കാൻ പോവാ. ആ ഭക്തന്റെ ഭാഗ്യം തന്നെ. അപ്പോ ഭാഗവതത്തിന്റെ 14ാമത്തെ സ്കന്ധത്തില് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഗീതയാണ് ഉദ്ധവഗീത. ഭഗവാന്റെ അനവധി ഗീതകൾ, ഭഗവത്ഗീത, അനുഗീത, ഉത്തരഗീത, അത് 3 മഹാഭാരതത്തിൽ പറഞ്ഞു. ഒന്ന് യുധിഷ്ഠിരനും ഒന്ന് അർജുനനും പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. അതിൽ ചില ടെക്സ്റ്റുകൾ, മഹാഭാരതത്തിലെ ചില പ്രസംഷൻ ടെക്സ്റ്റുകളിൽ 3 അർജുനനെ കുറിയാണ് പറഞ്ഞത്. 2 പൊതുവായിട്ട് നമുക്കറിയാം. ഒന്നിൽ യോഗവിദ്യ, ഒന്നിന് ഭഗവത്ഗീതയ്ക്ക് അനുബന്ധം. ഭഗവത്ഗീത ഹൗ ടു ബി സക്സസ്ഫുൾ ആണെങ്കിൽ ഹൗ ടു റിമെയിൻ സക്സസ്ഫുൾ ആണ് ബാക്കി ഗീതകൾ വരും. ഉദ്ധവഗീത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സക്സസ് ഒക്കെ അനുഭവിച്ചതിന് ശേഷം ആധ്യാത്മികതയുടെ സക്സസിലേക്ക് എങ്ങനെ കയറി പോവാം, ഭഗവാന്റെ അവസാനത്തെ കൈപിടിച്ച് കേൾക്കാം. ഉദ്ധവഗീതയിലെ ഏറ്റവും സന്തോഷം തരുന്ന, അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് തുറപ്പിച്ചു തരുന്ന ഭഗവാന്റെ ചില വഴികൾ നമ്മൾ ഇന്ന് അതിലേക്കല്ല പോകുന്നു. എന്നാലും അതൊന്ന് അനുസ്മരിച്ച് തരികയാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഈ വിളക്ക് കാണുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അതിനെ ഞാൻ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ വിളക്ക് സൃഷ്ടിക്കപ്പെടും, നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് സ്ഥിതി ചെയ്യും. കണ്ണെടുത്തു കഴിഞ്ഞാൽ അത് സംഭരിക്കപ്പെടും. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല, നിലനിൽക്കുന്നില്ല, നശിക്കുന്നില്ല. സൃഷ്ടിക്കണമെന്ന് തോന്നുന്നത് ബ്രഹ്മാവിന്റെ മായ, നിലനിൽക്കണമെന്ന് തോന്നുന്നത് വൈഷ്ണവീമായ, നശിപ്പിക്കണമെന്ന് തോന്നുന്നത് ശാങ്കരീയമായ. ഒന്നും 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 ശാശ്വതമല്ല. പിന്നെ എന്താണുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഞാൻ 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 ഭഗവാൻ ഗീതയിലും ഉദ്ധവഗീതയിലും പറയുമ്പോ ഇവിടെ നമ്മുടെ ഭക്തി പ്രസ്ഥാനക്കാര് പറയുന്നത് പോലെ അത് ഓടക്കോളിൽ പിടിച്ച് വീതി വെച്ച് ദേവകി പ്രസവിച്ച ശരീരത്തിനല്ല കുടുങ്ങി പോകരുത്. ബുദ്ധനെ പറ്റി അപകടം നമുക്ക് പറ്റും. ഭഗവാൻ താൻ തന്നെയായിട്ടുള്ള ബ്രഹ്മസ്വരൂപത്തിലാണ് പറയണമെന്നുള്ള ബോധമാണ്. കാരണം അത് ആ ശരീരം ശാശ്വതമായിരുന്നെങ്കിൽ ഇന്നും നമുക്ക് ആ ശരീരത്തിനെ തൊടാൻ പറ്റിയനെ, ആ ശരീരത്തിന് ഉമ്മ വയ്ക്കാൻ പറ്റിയനെ, കെട്ടിപ്പിടിക്കാൻ പറ്റിയനെ. അതൊന്നില്ല. പഞ്ചഭൂതങ്ങൾ ജനിച്ചുപോയി. സോമനാഥത്തിൽ ഭഗവാൻ ശരീരം കളഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും ആ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. നമുക്ക് പോയി കളിക്കരുത്, നമുക്ക് പോയി കലഹിക്കരുത്, നമുക്ക് പോയി പരാതി പറയരുത്, നമുക്ക് പോയി നമസ്കരിക്കരുത്, നമുക്ക് പോയി കെട്ടിപ്പിടിക്കരുത്. അല്ലേ? സാധിക്കൂ? തൊടാവുന്ന അകലത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു? ആ തൊടാനുള്ള അകലത്തിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടാകണം ആഗ്രഹിച്ചടങ്ങുന്നുണ്ട്. അതും കുഴപ്പമാണോ എന്ന ഭഗവാൻ. അതുകൊണ്ട് രൂപത്തിൽ കുടുങ്ങരുതെന്നുള്ള വലിയ പാഠം അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗുരുവായൂരപ്പൻ ഒരു ഉദാഹരണം ചെയ്തു. പക്ഷെ നമ്മുടെ രൂപത്തിൽ കുടിക്കുന്നുണ്ട്, നമ്മുടെ ഭഗവാന്റെ രൂപത്തിൽ കുടിക്കുന്നുണ്ട്. നമ്മുടെ രൂപത്തിൽ നമ്മൾ കുടിക്കുന്നുണ്ട്. ഒരു കുടിനായ തരച്ചാൽ മുഖത്തിൽ കുരുവന്നാൽ രൂപത്തിൽ കുടിക്കുന്നതിന്റെ പ്രശ്നം. പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിക്കും. ഭഗവാൻ ഗീത, ഭഗവത്ഗീത അർജുനനാണ്. അതേ അർജുനന് വേറെ ഗീത കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഉദ്ധവന് പറഞ്ഞു കൊടുത്തൊന്നും അർജുനന് പറഞ്ഞു കൊടുത്തില്ല. ഉദ്ധവനാണെങ്കിൽ വേറൊന്നും പറഞ്ഞു കൊടുത്ത് ഗീതയെ പറഞ്ഞു കൊടുത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ഇദ്ദേഹത്തിന് മാത്രം പറഞ്ഞു കൊടുത്തതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതിന്റെ അടിസ്ഥാനമായിട്ട് കുറച്ച് പ്രമാണങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നത് അതാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പരിപാടി അടിസ്ഥാന ശിലമായിട്ട് നോക്കുക. എവിടെയാണ് ഇതിന്റെ പഴുത് വെച്ചിരിക്കുന്ന മെയിൻ കല്ലുകളുള്ളത്? കാരണം ഈ ബുദ്ധി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. ഭഗവാന്റെ വേ ഓഫ് തിങ്കിങ്, ദ വേ ഹി സ്ട്രക്ചർഡ് ഹിസ് ലോജിക് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാനുള്ള എക്സാമ്പിളാണ്, എന്റെ കുടുംബം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മകൻ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് താമസിക്കും. ഏതെങ്കിലും
അത് ചെയ്യും. എന്റെ കുടുംബം നന്നാവണം, എന്റെ വംശം നിലനിൽക്കണം, അതിന് വേണ്ടിയിട്ട് വംശവൃത്തി കാണാൻ അതിനുവേണ്ടി മക്കളാണെന്ന് പറയാം. ഇത് ഒരു വർഷക്കാലം മുഴുവൻ പോയിട്ട് വാർഷികോത്സവം ചെയ്തിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അതെന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സംഹാരകനായിട്ടുള്ള മകനെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ബുദ്ധിയുടെ ലോജിക് എന്താണെന്ന് നമ്മൾ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നാടൻ ഭാഷയെ പലപ്പോഴും ഇത് എന്തിനാ ചിരിക്കണമെന്ന്